അസാധ്യമായ രുചിയിൽ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് നമുക്ക് ഗോതമ്പ് പൊടി വെജിറ്റബിളും മാത്രമേ ആവശ്യമുള്ളൂ. നോൺ വെജ് ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു വലിയ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇഞ്ചിയുടെ പൊടി ഒരു 1/4 ടീസ്പൂണും വെളുത്തുള്ളിയുടെ പൊടി ഒരു 1/4 ടീസ്പൂണുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത സമയത്ത് പച്ചമുളകിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റോ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഗോതമ്പ് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നൊരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ മാവ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആവുന്ന പോലെ കുഴച്ചെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുതേ. ഈ ഒരു പൊടി കുഴച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ ഉരുളയാക്കി എടുക്കുന്നത് അതുപോലെ ഉരുളയാക്കിയിട്ട് നമുക്ക് ഈ കട്ട്ലേറ്റിൻ്റെയൊക്കെ ഷേപ്പിലേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തൂത്തിട്ട് വേണം ഈ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഒട്ടിപ്പിടിക്കാതെ നല്ല ഷേപ്പാക്കി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. വളരെ പെട്ടെന്ന് ഒരു നോൺ വെജും ഇല്ലാതെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ചായ തിളയ്ക്കുന്ന സമയത്ത് ഈ ഒരു സ്നാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് എനിക്കിവിടെ ഒരു 6 സ്നാക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ പൊടി എടുക്കാം, അതുപോലെ സാധനങ്ങളും എടുക്കാം. ഇനി ഞാൻ ഓയിൽ ചൂടായപ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ കൂട്ടിയിടരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം. ഗോതമ്പ് പൊടി ഓൾറെഡി വെന്തതാണല്ലോ. നമ്മൾ ഗോതമ്പ് പൊടി ആദ്യമേ വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷമാണല്ലോ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വേവാനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.